രാഹുലിനെതിരെയുള്ള ഈ ഒരു വികാരം, പൊതുജന വികാരം വളരെയധികം രൂക്ഷമായ ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ രാഹുലിന്റെ നാട് പത്തനംതിട്ടയാണെന്ന് അറിയാമല്ലോ. പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം വളരെ ശക്തമാണ്. നമുക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി അടുത്തതായി നമ്മൾ അറിയുവാൻ പോകുന്നത് ആ പ്രതിഷേധത്തെക്കുറിച്ചാണ്. പത്തനംതിട്ടയിലേക്കാണ്. അവിടെ ഇതാ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും മറ്റും നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷന്റെയും പേരിൽ മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ പോലും രാഹുലിനെതിരെയുള്ള വികാരം വളരെ ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുലിന്റെ ബിസിനസ് പങ്കാളിയുമായ ഈ ജോബി ജോസഫും പത്തനംതിട്ടക്കാരനാണ്. ഇദ്ദേഹവും ഈ ലൈംഗിക പീഡന കേസിൽ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുമുള്ള ആ ഒരു പൊതുവികാരം പത്തനംതിട്ടയിൽ വളരെ രൂക്ഷമാണെന്നാണ് നമ്മളോട് സുജു ടി ബാബു പറയുന്നത്. സുജു ടി ബാബു തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു മാത്രമല്ല, പാലക്കാട് നിന്ന് സച്ചിൻ വെള്ളിക്കാടും ചേരുകയാണ്. കാരണം നമുക്കറിയാം, പാലക്കാടുണ്ട് രാഹുൽ എന്നൊരു വിവരമാണ് ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ നമ്മളിലേക്ക് എത്തിയത്. അവിടെ തന്നെയുണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ തീരുമാനമാകാതെ പുറത്തു കടക്കാൻ പറ്റില്ല എന്ന നിയമോപദേശം കിട്ടിയതിന്റെ പേരിൽ പാലക്കാട് തന്നെ രാഹുൽ തുടരുകയാണെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളുമായി സച്ചിൻ വെള്ളിക്കാടും നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യം സുജു ടി ബാബുവിലേക്ക് പോവുകയാണ്. സുജു, ഈ പത്തനംതിട്ടയിൽ രാഹുലിനെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധം, ഒരു പൊതുജന വികാരം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സിന്ധൂരി, അങ്ങനെ തന്നെയാണ്. രാഹുലിനെതിരെ വലിയ വികാരമാണ് പത്തനംതിട്ടയിൽ ഉയർന്നു വരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ഘട്ടം മുതൽ തന്നെ വിവാദങ്ങളിൽ നിരന്തരം പെടുന്ന വ്യക്തി കൂടിയാണ്, വിവാദ നായകൻ കൂടിയാണ്. നമുക്കറിയാം, വ്യാജ വോട്ടർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയെന്ന ആരോപണവും അതിന് പിന്നാലെ ഉണ്ടായ കേസുകളും രാഹുൽ മാങ്കൂട്ടിനെതിരെയുണ്ട്. പിന്നീട് വയനാട്, അതായത് സാധാരണക്കാർക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്കായി പണം പിരിക്കുകയും അത് കൃത്യമായി വിനിയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിനും രാഹുൽ അത്തരം ആരോപണം കേൾക്കേണ്ട വന്ന വ്യക്തിയാണ്. അതിന് പിന്നാലെയായിരുന്നു രാഹുലിനെതിരെ ലൈംഗിക പീഡന ആരോപണം വന്ന ആ ഘട്ടത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പരാതിക്കാരിയില്ല, കേസില്ല എന്നൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പ്രതിരോധങ്ങളെല്ലാം തന്നെ അതിജീവിത പരാതി നൽകിയോടെ ഇടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതോടുകൂടിയാണ് പ്രതിഷേധം കനക്കുന്നത്. കഴിഞ്ഞ ദിവസം SFI നടത്തിയതിൽ രാഹുലിന്റെ നെല്ലിമുകളുള്ള വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. SFI സൂചനാ സമരം എന്ന നിലയിലാണ് നടത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഇതിനോടകം തന്നെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. രാജി വെക്കുന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. വളരെ ഇന്നലെ തന്നെ വലിയ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത എതിർപ്പാണ് രാഹുലിനെതിരായി ഒരു വിഭാഗം ആളുകൾ നടത്തുന്നത്. എന്നാൽ മറുവിഭാഗം രാഹുലിനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. അതായത് അടൂർ പ്രകാശിനെ പോലെ രാഹുലിന്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമല്ലാതെ അടൂരിൽ തന്നെ താമസിക്കുന്ന UDFന്റെ കൺവീനർ കൂടിയാണ്, സംസ്ഥാന നേതാവാണ് അടൂർ പ്രകാശ്. രാഹുലിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അതിജീവിതയെ അപമാനിക്കുവാനും അധിക്ഷേപിക്കുവാനുമാണ് അടൂർ പ്രകാശിനെ പോലെ ഒരു മുതിർന്ന നേതാവ് തയ്യാറാകുന്നത്. അങ്ങനെ രാഹുലിനെ മുതിർന്ന നേതാക്കളും മേൽത്തട്ടിലുള്ള, അതായത് ഉയർന്ന ഘടകത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ സംരക്ഷണ കവചം ഒരുക്കുന്ന കാഴ്ച. എന്നാൽ താഴെത്തട്ടിലെ സാധാരണ പ്രവർത്തകർക്ക് രാഹുലിനെതിരെ വലിയ അമർഷമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിൽ ഓരോ വീടുകളും കയറിക്കൊണ്ട് എല്ലാ വീടുകളിലും കയറി പ്രചരണം നടത്തുന്ന ഘട്ടമാണ്. പരിചിത മുഖങ്ങൾക്ക് മുമ്പിലേക്കാണ് സ്ഥാനാർത്ഥികൾ ചെല്ലുന്നത്. അവിടെയൊക്കെ ഉത്തരം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനൊരു MLA ചുമക്കുന്നതിൻ്റെ ഭാരം താഴെത്തട്ടിലെ പ്രവർത്തകർ അനുഭവിക്കുവാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടിനെതിരെ പ്രതിഷേധം ശക്തമാണ്. സിന്ധൂരി. ശരി സുജു.